Dear students, today we are going to discuss about normal distribution. Normal distribution is a probability distribution of continuous random variable. It was designed by Abraham D. Mori in 1733. You have already learned binomial distribution and Poisson distribution, and today we are going to discuss about normal distribution. And among these three probability distributions, normal distribution is considered as the most important in statistical analysis. Why it is considered as most important probability distribution? The populations of almost all phenomena on Earth seems to follow approximately a pattern of normal distribution. അതുകൊണ്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയിലുള്ള ഈ ഭൂലോകത്തുള്ള ഏത് ഫിനോമിനൻ പരിഗണിച്ചു കഴിഞ്ഞാലും ഏറെക്കുറെ ഓൾമോസ്റ്റ് അത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് ഓഫ് അഡൾട്ട് പേഴ്സൺസ്, മുതിർന്ന ആൾക്കാരുടെ ഹൈറ്റ് അത് പരിഗണിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മൊത്തം പോപ്പുലേഷൻ പരിഗണിക്കുന്ന സമയത്ത് ആ നോർമൽ ഹൈറ്റ് എത്രയാണോ ആ നോർമൽ ഹൈറ്റിനേക്കാളും കുറവുള്ള ആൾക്കാരും നോർമൽ ഹൈറ്റിനേക്കാളും കൂടുതലായിട്ടുള്ള ആൾക്കാരും നോർമൽ ഹൈറ്റിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. അതേപോലെ തന്നെ വെയ്റ്റ് ഓഫ് ന്യൂ ബോൺ ബേബീസ്, നവജാത ശിശുക്കളുടെ വെയ്റ്റ് നോക്കുമ്പോൾ നോർമൽ വെയ്റ്റ് ഒരു നിശ്ചിത വെയ്റ്റ് നോർമലി വേണമെന്നുണ്ടല്ലോ. ആ നോർമൽ വെയ്റ്റിനേക്കാളും കുറഞ്ഞ വെയ്റ്റുള്ള ന്യൂ ബോൺ ബേബീസ് ഉണ്ടാകും. അതുപോലെ നോർമൽ വെയ്റ്റിനേക്കാളും കൂടിയ വെയ്റ്റുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ കുറഞ്ഞ വെയ്റ്റുള്ളവരും കൂടിയ വെയ്റ്റുള്ള ആൾക്കാർ ഈ നോർമൽ വെയ്റ്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതായി കാണാം. അതേപോലെ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോർസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോർ പരിഗണിക്കുകയാണെങ്കിൽ നോർമൽ സ്കോർ എത്രയാണോ, ഏവറേജ് സ്കോർ എത്രയാണോ അതിൻ്റെ ഇരുഭാഗത്തും അതിനേക്കാളും കുറഞ്ഞ ആൾക്കാരും ഏവറേജ് സ്കോറിനേക്കാളും കൂടുതൽ സ്കോർ കിട്ടിയിട്ടുള്ള ആൾക്കാരും ഏറെക്കുറെ ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതായി കാണാം. അങ്ങനെ നമ്മുടെ ഭൂമിയിലുള്ള ഭൂലോകത്തുള്ള മിക്കവാറും എല്ലാ ഫിനോമിനനും എല്ലാ പ്രതിഭാസങ്ങളും ഏറെക്കുറെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഇത്രയേറെ പ്രാധാന്യം വരാനുള്ള കാരണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദി കർവ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബെൽ ഷേപ്ഡ് കർവ്. ഓക്കെ, ബെൽ ഷേപ്ഡ് കർവായിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ, അത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനും ആയിരിക്കും. ഓക്കെ, then let us see what is the definition of normal distribution. You know, normal distribution is a theoretical distribution coming under continuous probability distribution, right? A continuous random variable x is said to follow normal distribution if its PDF, if its probability density function is p of x equal to 1 by root 2 pi sigma into e raised to minus 1 by 2 into x minus mu divided by sigma whole square. ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഫോളോ ചെയ്യുന്നു ഈ എക്സ് എന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഇവിടെ നോക്കൂ, പൈ എന്ന അതിൻ്റെ വാല്യൂ നമുക്കറിയാം 3.1416 ആണ്. ഈയുടെ വാല്യൂ ഇമേജിനറി നമ്പറാണ്. ഇല്ലോജിക്കൽ നമ്പറിൻ്റെ ആ ന്യൂമറിക്കൽ വാല്യൂ നമുക്കറിയാം 2.7183 ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ, തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ്. അത് സാധാരണയായിട്ട് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോപ്പുലേഷനാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊത്തം പോപ്പുലേഷൻ എലിമെൻറ്റ്സ് പരിഗണിക്കുന്നത് കൊണ്ടാണ് ആ മീനിനെ നമ്മൾ മ്യൂ എന്ന്, പോപ്പുലേഷൻ മീനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിഗ്മ. ഓക്കെ, ഈ വാല്യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ മ്യൂവും സിഗ്മയുമാണ്. ഈ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ, മ്യൂവും സിഗ്മയും എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേംസ് ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ആ പ്രോബബിലിറ്റി വാല്യൂ എല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ ദി പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷന് 2 പാരാമീറ്റേഴ്സാണുള്ളത്. അത് മ്യൂവും, അതായത് മീനും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ഇത് രണ്ടുമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ. Then normal distribution as a limiting case of binomial distribution. നേരത്തെ നമ്മൾ പഠിച്ചു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് കേസാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. A binomial distribution becomes a normal distribution under certain situation, under certain conditions. എന്തൊക്കെയാ condition? First one is number of trials, that is n, is infinitely large. Number of trial infinite ആവുക, അത്രയും വലിയൊരു നമ്പർ ആവുക. And P and Q are not very small, they are almost equal. P യും Q നമുക്കറിയാം probability of success in a single trial. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് പി. ഇവ രണ്ടും നോട്ട് വെരി സ്മോൾ, വളരെ കുറവാകാൻ പാടില്ല, ഏറെക്കുറെ ഈക്വൽ ആയിരിക്കണം, ഓൾമോസ്റ്റ് ഈക്വൽ ആകുക. ആ സിറ്റുവേഷനിൽ നമുക്ക് പറയാം ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനായി മാറും, നോർമൽ ഡിസ്ട്രിബ്യൂഷനോട് അടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് കേസാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, then let us see what are the important characteristics or properties of normal distribution. First one, normal distribution is a continuous probability distribution. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണത്. സെക്കൻഡ് വൺ, ദി കർവ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബെൽ ഷേപ്ഡ്. ഇവിടെ ഈ കർവ് നോക്കിക്കേ, ബെൽ ഷേപ്ഡ് കർവാണ്, ഒരു ബെല്ലിൻ്റെ ആകൃതിയിലുള്ളതാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ്. ദെൻ തേർഡ് വൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി മീൻ. മീൻ ഇതാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണിത്. സിമെട്രിക്കൽ അബൌട്ട് ദി മീൻ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോക്കൂ, മീനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ കർവ് ഒരേപോലെയായി കാണാം. അതിനെയാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്, മീനിൻ്റെ ഇരുഭാഗത്തും ഒരേപോലെയാണ്, ഒരേ ഷേപ്പിലാണുള്ളത്. The observations or values are distributed evenly, equally on either side of the mean. Okay. Then fourth one, mean, median and mode of the normal distribution are coincide or equal. Mean, median, mode എല്ലാം ഈ സെൻട്രൽ പോയിന്റിൽ തന്നെയായിരിക്കും. ഇത് മീനാണ്, ഇത് മീഡിയൻ ആണ്, ഇത് തന്നെയാണ് മോഡും. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ കോയിൻസൈഡ്, ഈക്വൽ ആകുന്നു ഈ കർവിൻ്റെ സെൻറ്റർ പോയിന്റിൽ. ഓക്കെ. ഫിഫ്ത്ത് വൺ, ദി ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് മാക്സിമം അറ്റ് മീൻ. നോർമൽ കർവിൻ്റെ ഹൈറ്റ്, ഇതാണല്ലോ ഹൈറ്റ്, ഇതാ ഇവിടെ ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് എത്തുന്നത് മീൻ എന്ന അല്ലെങ്കിൽ മീഡിയൻ മോഡ് എന്നൊക്കെ പറയുന്ന ആ വാല്യൂലായിരിക്കും മാക്സിമം ഹൈറ്റ് വരുന്നത്. ദെൻ സിക്സ്ത് വൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെസോകർട്ടിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈറ്റ്, അല്ലെ കർട്ടോസിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ മെസോകർട്ടിക് ആവാം, ലാപ്റ്റോകർട്ടിക് ആവാം, പ്ലാറ്റികർട്ടിക് ആകാമെന്ന്. ഓക്കെ, അതിൻ്റെ ഹൈറ്റിൻ്റെ ബൾജിനെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നോർമൽ കർവ് ഇതിനേക്കാളും കൂടിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ നമ്മൾ പറയും അത് ലാപ്റ്റോകർട്ടിക് ആണ് എന്ന് പറയും, ഇങ്ങനെയാവും. ഓക്കെ, അതേപോലെ ഹൈറ്റ് വളരെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പറയും അത് പ്ലാറ്റികർട്ടിക് ആണ് എന്ന് പറയും. എന്നാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് പ്ലാറ്റികർട്ടിക് അല്ല, ലാപ്റ്റോകർട്ടിക്കും അല്ല, പിന്നെ എന്താണ്, നോർമൽ ഹൈറ്റാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന് മെസോകർട്ടിക് എന്ന് പറയും. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ നോർമൽ കർവ് ഈസ് ഓൾവേസ് മെസോകർട്ടിക്. Then seventh one, the total area under the normal curve denotes the entire distribution. നോർമൽ കർവിനടിയിലുള്ള മുഴുവൻ ഏരിയ ഉണ്ടല്ലോ, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഏരിയ, ആ ഡിസ്ട്രിബ്യൂഷൻ്റെ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷനെയാണ് കാണിക്കുന്നത്, ആ മൊത്തം ഡിസ്ട്രിബ്യൂഷനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ ആ മൊത്തം ഡിസ്ട്രിബ്യൂഷനെ ഈ ഏരിയ 100% ആണ് എന്ന് കാണിക്കുക. ആ ഡിസ്ട്രിബ്യൂഷൻ മുഴുവനും 100% ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ അത് ഈക്വൽ ടു 1 എന്ന് പറയാം, ടോട്ടൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ. ദെൻ എയ്ത്ത് വൺ, ദി ഓർഡിനേറ്റ് അറ്റ് ദി മീൻ divides the whole area under the normal curve into two equal parts, 50% on either side.
അപ്പോൾ ഇതാണ് 100% ഏരിയ എന്ന് പറയുന്നത്. മൊത്തം ഡിസ്ട്രിബ്യൂഷനാണ് ഇത്. മൊത്തം ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയയാണ് ഈ നോർമൽ കർവിനടിയിലുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ സെൻറ്റർ പോയിന്റിലാണ് മീൻ വരുന്നത്. മീനും മീഡിയനും മോഡും എല്ലാം ഈക്വലാണ് സെൻറ്റർ പോയിന്റിലാണ്. ഈ സെൻറ്റർ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ഈ മൊത്തം ഏരിയ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 50% ആണ്, റൈറ്റ് സൈഡിൽ 50% ആണ്. അല്ലെ ടോട്ടൽ ഏരിയ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 0.5, റൈറ്റ് സൈഡിലും 0.5 ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 8 പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത 9ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. നോക്കൂ, 9ാമത്തെ പ്രോപ്പർട്ടി. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂണിമോഡൽ ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് മീൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ഓൺലി വൺ മോഡ്. ഒറ്റ മോഡേ ഉണ്ടാവുകയുള്ളൂ. ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നുമല്ല, യൂണി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എല്ലായ്പ്പോഴും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. Then 10th property, the curve of normal distribution is asymptotic to the baseline. The curve approaches nearer and nearer to the baseline or x-axis, but it never touches. നോക്കൂ നിങ്ങൾ, ഈ നോർമൽ കർവ് ലെഫ്റ്റ് സൈഡിൽ ഇതാ ഇങ്ങനെ താഴ്ന്നു വരുന്നു, ബേസ് ലൈൻ അടുത്തേക്ക് വരും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നോർമൽ കർവ് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, ബേസ് ലൈനായ എക്സ് ആക്സിസിനോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പക്ഷേ ഇതിങ്ങനെ ഇൻഫിനിറ്റിലേക്ക് അല്ലെങ്കിൽ അനന്തതയിലേക്ക് ഇങ്ങനെ നീണ്ടു പോകുമെന്നല്ലാതെ, ബേസ് ലൈനിനോട് അടുത്തടുത്ത് വരുമെന്നല്ലാതെ ഒരിക്കലും ബേസ് ലൈൻ ടച്ച് ചെയ്യില്ല എന്നുള്ള അസംഷൻ, എന്നുള്ള ആ ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് ടു ദി ബേസ് ലൈൻ എന്ന് പറയുന്നത്. ദി നോർമൽ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദി ബേസ് ലൈൻ. ബേസ് ലൈനിനോട് അടുത്ത് വന്നേയിരിക്കും. ബേസ് ലൈനിനോട് ഈ കർവ് ബേസ് ലൈനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ബട്ട് ഇറ്റ് നെവർ ടച്ചസ്. ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യാതെ ഇങ്ങനെ അനന്തമായിട്ട് പോകുന്നു. അതാണ് അസിംപ്റ്റോട്ടിക് ടു ദി ബേസ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 11th one, no portion of the curve of normal distribution lies below the x-axis. ഈ നോർമൽ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ബേസ് ലൈനിനോട് അടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അസിംപ്റ്റോട്ടിക് ആണ് എന്നെല്ലാം പറഞ്ഞു. അസിംപ്റ്റോട്ടിക് എന്ന് പറയുമ്പോൾ നെവർ ടച്ചസ് എന്ന, ബേസ് ലൈൻ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കർവിൻ്റെ ഒരു ഭാഗവും ഈ ബേസ് ലൈനിന് താഴോട്ട് ഒരിക്കലും വരുന്നില്ല. നോ പോർഷൻ ഓഫ് ദി കർവ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ലൈസ് ബിലോ ദി എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് അല്ലെ ബേസ് ലൈനിന് താഴെ വരുന്നില്ല. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദി ക്വാർട്ടൈൽസ് ആർ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. ക്വാർട്ടൈൽസ് എല്ലാം തുല്യ അകലത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ Q3യിൽ നിന്ന് Q2 മൈനസ് ചെയ്ത് കഴിഞ്ഞാലും Q2ൽ നിന്ന് Q1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. Q2 എന്ന് പറഞ്ഞാൽ മീഡിയനാണ്. ഓക്കെ, മീഡിയൻ്റെ ഇരുഭാഗത്തും Q1 ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് Q3 ഉണ്ട്. അവ തുല്യ അകലത്തിലായിരിക്കും. ക്വാർട്ടൈൽസ് ആർ ഈക്വിഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ മീൻസ് Q3 മൈനസ് Q2 ഈക്വൽ ടു Q2 മൈനസ് Q1. Then 13th one, coefficient of skewness of a normal distribution is 0. You know, a normal distribution is a symmetrical distribution. Symmetrical distribution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? lack of asymmetry എന്നാണ്. എസിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, അതുകൊണ്ട് തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നോക്കിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. ഓക്കെ, ദെൻ 14th വൺ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 2/3 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്, QD എന്താണ്. ആ ക്വാർട്ടൈൽ ഡീവിയേഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പോഴും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 3/2 ഭാഗമായിരിക്കും. 2/3 ഓഫ് സിഗ്മ ആയിരിക്കും. ഓക്കെ, അതുപോലെ 15th വൺ, മീൻ ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 4/5 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഡീവിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4/5 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ കൺഫ്യൂഷനൊന്നും വേണ്ട, മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 2/3 ആണ് എങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 4/5 ആണ്.
2, 3, 4, 5. Okay, 2 by 3, 4 by 3. Okay. ഈ 15 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ 16th വൺ, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ ദി പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി വാല്യൂ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ. ദെൻ 17th വൺ, തിയററ്റിക്കലി ദി റേഞ്ച് ഓഫ് എ നോർമൽ കർവ് ഈസ് -∞ ടു +∞. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ടച്ച് ചെയ്യാതെ, ബേസ് ലൈനിലോട്ട് ടച്ച് ചെയ്യാതെ അനന്തമായിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലും അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമുക്ക് -∞ എന്ന് പറയും, റൈറ്റ് സൈഡിലുള്ളതിനെ +∞ എന്ന് പറയും. അപ്പോൾ തിയററ്റിക്കലി ദി റേഞ്ച് ഓഫ് നോർമൽ കർവ് ഈസ് ഫ്രം -∞ ടു +∞. പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് x-3 സിഗ്മ ടു x+3 സിഗ്മ എന്ന് പറഞ്ഞാൽ x എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിവിടെ മീനാണ്. മീനിൻ്റെ കൂടെ മീൻ മൈനസ് എക്സ് അല്ല, എക്സ് ബാർ ആണ്. എക്സ് ബാർ -3 സിഗ്മ, എക്സ് ബാർ +3 സിഗ്മ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്ന മീൻ തന്നെയാണ് മ്യൂ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഫിനോമിനൻ്റെ മുഴുവൻ ഒബ്സർവേഷൻസും പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മ്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷനിൽ മുഴുവനായിട്ടും പരിഗണിക്കുന്നതുകൊണ്ട് പോപ്പുലേഷൻ മീനാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്ന അത് തന്നെയാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ എക്സ് ബാർ ചേർത്തിരിക്കുന്നത്. എക്സ് ബാർ -3 സിഗ്മ അല്ലെങ്കിൽ എക്സ് ബാർ +3 സിഗ്മ അല്ലെങ്കിൽ മ്യൂ -3 സിഗ്മ. അതവിടെ നോക്കൂ, മ്യൂ -1 സിഗ്മ, മ്യൂ -2 സിഗ്മ, മ്യൂ -3 സിഗ്മ. അതേപോലെ മ്യൂ +1 സിഗ്മ, മ്യൂ +2 സിഗ്മ, മ്യൂ +3 സിഗ്മ. അപ്പോൾ മ്യൂവിൻ്റെ കൂടെ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ് ചെയ്യുക. അതുപോലെ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്ലസ് ചെയ്യുന്നു, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്യുന്നു, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ ഏരിയ, നോർമൽ കർവിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയാണ് അതിൻ്റെ റേഞ്ച് എങ്കിലും പ്രാക്ടിക്കലി നമ്മൾ എന്തായിരുന്നു എടുക്കുന്നത്, ഇതാ മ്യൂ -3 സിഗ്മ മുതൽ മ്യൂ +3 സിഗ്മ വരെയുള്ള ഏരിയയാണ് 100% ഏരിയ ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലി പ്രോബ്ലം സോൾവിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏരിയ. ഓക്കെ. ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടം വരെയാണ്, അല്ലാതെ ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ ദി ഏരിയ അണ്ടർ ദി നോർമൽ കർവ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് നോർമൽ കർവിൻ്റെ ആ 100% ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. മ്യൂ +or-1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് ഈ സെൻട്രൽ പോയിൻ്റ് ആണ്. ഇവിടുന്ന് ഈ എക്സ് ബാറിൻ്റെ കൂടെ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ +1 സിഗ്മ ഇവിടെ കിട്ടും. അതുപോലെ മ്യൂയിൽ നിന്ന് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറഞ്ഞാൽ ഇവിടെ കിട്ടും മ്യൂ -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ മൊത്തം ഏരിയ ഞാൻ പറഞ്ഞു 100% ഏരിയ ആണ്. ഈ 100%ൽ ഈ ഭാഗം മാത്രം വരുന്നത് എത്ര വരും? 68.27% ഏരിയ വരും. ടോട്ടൽ ഏരിയയുടെ 68.27% ഏരിയയാണ് ഇവിടം മുതൽ ഇവിടം വരെ വരുന്ന ഏരിയ. ഓക്കെ. അതേപോലെ മീൻ മ്യൂ +2 സിഗ്മ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ, അതേപോലെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഏരിയ ആകുമ്പോഴേക്കും മൊത്തം എത്ര വരും എന്ന് പറഞ്ഞാൽ 95.45% ഏരിയ ആണ് ഇത്. ഓക്കെ. 95.45% ഏരിയ ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മ്യൂ -2 സിഗ്മ മുതൽ മ്യൂ +2 സിഗ്മ വരെയുള്ള ഈ ഏരിയ 95.45% ഏരിയ ഇവിടം വരെ. ഓക്കെ. അതുപോലെ മ്യൂ -3 സിഗ്മ മുതൽ മ്യൂ +3 സിഗ്മ വരെയുള്ള ഈ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത് 100% ആണെങ്കിലും ആക്ച്വലി അത് 100% ഉണ്ടാവില്ല. എത്രയുണ്ടാവും? 99.73% ഏരിയ. കാരണം ഇത് -∞ പോകുന്നു,
ഇത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് കണക്കാക്കുന്നു. ഈ ടോട്ടൽ ഏരിയ ആക്ച്വലി 99.73% ഏരിയ ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നോർമൽ കർവിനടിയിലുള്ള ടോട്ടൽ ഏരിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, മ്യൂ പ്ലസ് ഓർ മൈനസ് 1 സിഗ്മ, പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ മ്യൂ പ്ലസ് 1 സിഗ്മ, മ്യൂ മൈനസ് 1 സിഗ്മ, ഇരുഭാഗത്തുള്ള മീനിൻ്റെ ഇരുഭാഗത്തുള്ള 1 യൂണിറ്റ് കുറയ്ക്കുകയും 1 യൂണിറ്റ് കൂട്ടുകയും ചെയ്തിട്ടുള്ള ആ ഏരിയ. ഓക്കെ, mu plus or minus 1 sigma covers 68.27% of the area. Mu plus or minus 2 sigma covers 95.45% of the area. Mu plus or minus 3 sigma covers 99.73% of the area. Okay, then next one, 19th one. In normal curve, the points of inflection occur at mu plus or minus 1 sigma. ഈ points of inflection എന്ന് പറഞ്ഞാൽ എന്താ? The points of inflection are the points at which the normal curve changes from concavity to convexity. നോർമൽ കർവ് നോക്കൂ നിങ്ങൾ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ കർവ് ഇങ്ങനെ വന്നു ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിയുന്നു. ഇങ്ങനെ കോൺകേവിറ്റിയിൽ നിന്നും കോൺവെക്സിറ്റിയിലേക്ക് മാറുന്നു. അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്, ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് മടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ മടക്ക്, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ നിന്ന് നേരെ തിരിച്ചാണ് ഈ കോൺവെക്സിറ്റിയിൽ നിന്ന് കോൺകേവിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കോൺകേവിറ്റിയിൽ നിന്ന് കോൺവെക്സിറ്റിയിലേക്ക് ഓക്കെ മാറുന്നു. ഈ പോയിന്റ്സിനെയാണ് ഇവിടെ ഈ പോയിന്റ് ഇത് 2 പോയിന്റുകളെയാണ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒക്കർ അറ്റ് മീൻ പ്ലസ് ഓർ മൈനസ് 1 സിഗ്മ. ഇവിടെ പ്ലസ് 1 സിഗ്മ എന്ന് പറയുമ്പോൾ ഇവിടെ വരും, മൈനസ് 1 സിഗ്മ എന്ന് പറയുമ്പോൾ ഇവിടെ. ഈ 2 പോയിന്റ്, ഈ പോയിന്റും ഈ പോയിന്റും, അതാണ് മ്യൂ പ്ലസ് ഓർ മൈനസ് 1 സിഗ്മ എന്ന് പറയുന്നത്. അതാണ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. കോൺകേവിറ്റിയിൽ നിന്ന് കോൺവെക്സിറ്റിയിലേക്ക് മാറുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി 20th one. നോർമൽ കർവ്സ് വിത്ത് സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് മീൻസ് ആർ ആസ് ഫോളോസ്. ഇതാ നോക്കൂ, ഈ 2 നോർമൽ കർവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2 നോർമൽ കർവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്നതായിട്ട് കാണാം. ശരിയല്ല? ഇതാ ബേസ് ലൈൻ നോക്കുമ്പോൾ രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. പക്ഷേ ഈ രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് 2 നോർമൽ കർവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ മീൻ മ്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്, രണ്ടാമത്തെ കർവിൻ്റെ ഇവിടെയാണ്. അപ്പോൾ ഈ നോർമൽ കർവിൻ്റെ മീൻ മ്യൂ അല്ലെങ്കിൽ എക്സ് ബാർ വരുന്നതിനെ തീരുമാനിക്കുന്നത് ഈ മ്യൂ ആണ്. അല്ലെങ്കിൽ ആ നോർമൽ കർവ് ബേസ് ലൈനിൽ എവിടെ വേണം അതിൻ്റെ സ്ഥാനം തീരുമാനിക്കുന്ന, ലൊക്കേഷൻ തീരുമാനിക്കുന്ന എക്സ് ബാർ ആണ് അല്ലെങ്കിൽ മ്യൂ ആണ്. മ്യൂ വ്യത്യാസം വരുമ്പോൾ ഈ കർവിൻ്റെ സ്ഥാനം മാറും. ഇവിടെ നിന്ന് ഇവിടെയായി മാറി. ഈ മ്യൂ ഇത് വേറെയാണ് മ്യൂ. എക്സ് ബാർ വ്യത്യാസം വന്നപ്പോൾ 2 നോർമൽ കർവ് വന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആയതുകൊണ്ടാണ് ഈ 2 നോർമൽ കർവും ഒരേപോലെ ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ മ്യൂ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് 2 എണ്ണമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അതാണ് ഒരു പ്രോപ്പർട്ടി. അപ്പോൾ സത്യത്തിൽ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ആയിട്ടുള്ള 2 പാരാമീറ്ററിൽ മ്യൂ എന്ന പാരാമീറ്റർ, അതായത് എക്സ് ബാർ എന്ന പാരാമീറ്റർ, മീൻ എന്ന പാരാമീറ്റർ ആണ് ആ കർവിൻ്റെ ലൊക്കേഷൻ, സ്ഥാനം തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. നോർമൽ കർവ് വിത്ത് സെയിം മീൻ ബട്ട് ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വ്യത്യസ്തമാണെന്ന് വിചാരിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വ്യത്യസ്തമാണ്, പക്ഷേ മീൻ സെയിം ആണ്. മീൻ സെയിം ആണ്, കണ്ടോ? മീൻ ഇവിടെയെല്ലാം സെയിം ആണ്. പക്ഷേ കർവ് വ്യത്യസ്തമാണല്ലോ. കർവ് പല രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പല രീതിയിൽ വന്നത്? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വ്യത്യാസമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ
ഈ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിസൈഡ്സ് ദി സ്പ്രെഡ് ഓഫ് ദി കർവ്. ആ കർവ് എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെ വേണം, അത് ലെപ്റ്റോകേർട്ടിക്കോ അല്ലെങ്കിൽ മെസോകേർട്ടിക്കോ അല്ലെങ്കിൽ പ്ലാറ്റിക്കേർട്ടിക്കോ, അതിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എന്നാൽ അതിൻ്റെ ലൊക്കേഷൻ തീരുമാനിക്കുന്നത്, സ്ഥാനം തീരുമാനിക്കുന്നത് മ്യൂ ആണ്. അപ്പോൾ ഒരു രണ്ട് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിഗണിക്കുന്നു. രണ്ടിൻ്റെയും മ്യൂവും അതായത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സെയിം ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ രണ്ട് കർവും ഒരേപോലെ ഒന്നായി കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരേപോലെ കിടക്കും. രണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒരേപോലെയാണെങ്കിൽ കിട്ടുന്ന കർവ് ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വ്യത്യാസം വന്നു, അതുകൊണ്ട് കർവ് വ്യത്യസ്ത കർവ് കിട്ടുന്നു. മീന് പക്ഷേ സെയിം ആണ്. എന്നാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരേപോലെയാണ്. നോക്കൂ, ഒരേപോലെയാണ് അതിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്ഥാനം ഒന്നിവിടെയാണെങ്കിൽ മറ്റൊന്നിവിടെയാണ്. അത് മീൻ വ്യത്യാസം വന്നതുകൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. 21ഓളം പ്രോപ്പർട്ടിയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കടുത്തൊരു കാര്യം പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ നിങ്ങൾ ഈ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് ഞാൻ ഈ കർവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മ്യൂ -1 സിഗ്മ, 2 സിഗ്മ, 3 സിഗ്മ, +1 സിഗ്മ, +2 സിഗ്മ, +3 സിഗ്മ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ മ്യൂയിൽ നിന്ന്, മീനിൽ നിന്ന് 1 യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 2 യൂണിറ്റ്, 3 യൂണിറ്റ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ തന്നിട്ടുള്ള വാല്യൂ ഉപയോഗിച്ചുകൊണ്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്കെയിലാണെങ്കിൽ നമ്മൾ ഇതിനെ മറ്റൊരു പുതിയ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ പേരാണ് Z സ്കെയിൽ. എക്സിൻ്റെ വാല്യൂസ് എല്ലാം Z സ്കെയിൽ എന്ന് പറയുന്ന പുതിയ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ മ്യൂ എന്ന് പറയുന്ന, മീൻ എന്ന് പറയുന്ന 0 ആയിട്ടെടുക്കും. അങ്ങനെ ആവുമ്പോൾ മ്യൂ -1 സിഗ്മ എന്നുള്ള -1 ആവും. മീൻ -2 സിഗ്മ എന്നുള്ള -2 ആവും. ഇത് -3 ആവും. അതുപോലെ ഇവിടെ 1, 2, 3 എന്നാവും. +1, +2, +3 എന്നാവും. അപ്പോൾ ഈ മെഷർമെൻറ്റ്, ഈ വാല്യൂസ് ഇവിടെ -3 മുതൽ +3 വരെയുള്ള ഈ വാല്യൂസ് Z സ്കെയിലുള്ള വാല്യൂസാണ്. നമ്മൾ തന്നിട്ടുള്ള വേരിയബിളിനെ എക്സ് ആണ് എങ്കിൽ അതിനെ Z-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാല്യൂ ആണ് ഇത്. എക്സ് എന്ന് പറയുന്ന ആ വേരിയബിൾ വാല്യൂ ഇവിടെ മീനിനേക്കാളും കുറവുള്ളത് ഇങ്ങോട്ടും, മീനിനേക്കാളും കൂടുതലുള്ളത് ഈ ഭാഗത്തുമായിട്ട് വരുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ്, അതായത് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്? ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ with mean equal to mu and standard deviation equal to sigma, then the variable z, which is equal to x minus mu divided by sigma, is known as standard normal variate or standard normal variable. എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എന്നറിയണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്താണെന്ന് അറിയണം. എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ? അത് എക്സ് എന്ന റാൻഡം വേരിയബിൾ ഉണ്ടല്ലോ, ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എക്സ് എന്ന റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. ആ എക്സ് എന്ന റാൻഡം വേരിയബിളിൻ്റെ മീൻ മ്യൂ ആണെന്ന് വിചാരിക്കുക. മീൻ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ഈ സിമ്പൽ ഉപയോഗിച്ച് കാണിക്കുന്നു മ്യൂ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണെന്ന് വിചാരിക്കുക. ദെൻ വേരിയബിൾ Z, അത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആയിരിക്കും. എന്താ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z എന്ന് പറഞ്ഞാൽ Z ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. തന്നിട്ടുള്ള ഈ വേരിയബിൾ ഉണ്ടല്ലോ, എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ നിന്ന് അതിൻ്റെ മീൻ മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ സിഗ്മ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഇവിടെ സിഗ്മ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ Z സ്കെയിലുള്ള വാല്യൂ എന്ന് പറയുന്നത്. Z എന്ന വാല്യൂ കിട്ടും. ആ Z ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഏതൊരു തന്നിട്ടുള്ള
എക്സ് വാല്യൂ അല്ലെങ്കിൽ എക്സ് വേരിയബിൾ ഏതൊരു എക്സ് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് സ്കെയിലുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എത്രയാണ് അല്ലെങ്കിൽ സെഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സി. എക്സിൽ നിന്ന് മ്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട്? സിഗ്മ കൊണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ സെഡ് വാല്യൂ എന്ന് പറയുക. മനസ്സിലായി? അപ്പോൾ ഏതൊരു എക്സ് വാല്യൂവിനും ഒരു സെഡ് വാല്യൂ ഉണ്ട്. എന്ത് ചെയ്താൽ മതി? എക്സിൽ നിന്ന് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ മൈനസ് ചെയ്ത ശേഷം ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ സെഡ് സ്കെയിലുള്ള വാല്യൂ ആണ്. ഓക്കെ, ഇനി നോക്കൂ. ഇഫ് സെഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കിട്ടുന്ന സെഡ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഈക്വൽ ടു 0, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 1, ദെൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെഡ് ഈസ് നോൺ എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സെഡ് വാല്യൂ കിട്ടിയല്ലോ. ഈ സെഡ് വാല്യൂ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ സെഡിൻ്റെ മീൻ എന്ന് പറയുന്നത് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1ഉം ആണെന്ന് വിചാരിക്കുക. ദെൻ the distribution of z is called standard normal distribution. അപ്പോൾ എക്സിനെ നമ്മൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീന് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിട്ട് വരുന്നുവെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ, ആ സെഡിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുക, പ്രോബബിലിറ്റി ഓഫ് സെഡ് എന്ന് പറയുന്ന ആ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അത് എക്സിൻ്റെതായിരുന്നു. പഠിച്ചു നോക്കൂ. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2π ഇൻറ്റു സിഗ്മ ഇൻറ്റു e raised to minus 1/2 into x minus mu divided by sigma whole square ആണ്. ഇതായിരുന്നു എക്സ് എന്ന റാൻഡം വേരിയബിൾ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഫോളോ ചെയ്യുന്നുവെങ്കിൽ അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആകുന്ന സമയത്ത് ഈ എക്സിൻ്റെതല്ല, എക്സിൽ നിന്ന് നമ്മൾ സെഡിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ആ സെഡ് വാല്യൂസിൽ എന്തായിരിക്കണം? മീന് 0 ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നേരത്തെ പറഞ്ഞ പോലെ 1/√2π സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കിട്ടും. 1/√2π എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? 1/√2π ഇൻറ്റു സിഗ്മ എന്നുണ്ടായിരുന്നു. സിഗ്മ 1 ആണല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. അപ്പോൾ അത് ഈ √2π എന്ന് തന്നെ വരും. സിഗ്മ ഇല്ല, ഇൻറ്റു 1 എന്നാണ് വരും. ഇൻറ്റു e raised to -1/2 എന്നായിരുന്നു. -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മയാണ് നമ്മൾ സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഡ് സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെ 1/2 -1/2 ഉണ്ടായിരുന്നല്ലോ, അതാ -1/2, അതാണ് ഇവിടെ മൈനസ് എന്ന് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു PDF എങ്ങനെയായിരുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻറ്റു സിഗ്മ ഇൻറ്റു e raised to -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്നായിരുന്നു. ശരിയല്ലേ? അത് ഇവിടെ നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതുപോലെ എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ Z ആണ്. അത് അവിടെ സിഗ്മയ്ക്ക് 1 കൊടുക്കുമ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ √2π എന്ന് മാത്രം വരും. ഇവിടെ -1/2 എന്നുണ്ടായിരുന്നു, ഇത് -1/2 ആണിത്. ഇവിടെ മൈനസ് സൈനും കൊടുത്തു, ഇവിടെ 2ഉം വന്നു. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്നുള്ളത് Z² എന്ന് വന്നു. ഓക്കെ, ക്ലിയർ? ഇനി ഇന്നത്തെ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ നോട്ട്സ് കംപ്ലീറ്റ് എഴുതിയെടുത്ത് 1-2 തവണ വായിക്കുക. ഓക്കെ, താങ്ക് യു.